അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠന ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ബഹുമാനികളെ, ഇന്ന് വിശദീകരിക്കുന്നത് പരിശുദ്ധമായ ഖുർആനിലെ അവസാന അധ്യായമായ സൂറത്തുൻ നാസ് അതിനെ സംബന്ധിച്ചാണ്. ആദ്യം അതിൻ്റെ ഖിറാഅത്ത് എങ്ങനെയാണെന്ന് ഓതി കേൾപ്പിക്കുകയും അതിനുശേഷം അതിൻ്റെ വാക്യാർത്ഥം എന്താണ് പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ ആ ഒരു സൂക്തത്തിൻ്റെ അർത്ഥമെന്ന് വിശദീകരിക്കുകയും അതിനുശേഷം അതിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന ആശയങ്ങളും അതിന്റെ വ്യാഖ്യാനങ്ങളും പറയുകയാണ്. എല്ലാവരും ആദ്യം ഖിറാഅത്ത് ഒന്ന് ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. ഇങ്ങനെയാണ് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൻ നാസിന്റെ പാരായണം. പാരായണ നിയമങ്ങൾ പാലിച്ച് അതിൻ്റെ മദ്ദുകളും മണിക്കലുകളും ശ്രദ്ധിച്ച് ഓതാൻ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. എല്ലാവർക്കും തന്നെ മനഃപ്പാടമുള്ള സൂറത്തായതുകൊണ്ട് ശ്രദ്ധ കുറവാണ് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടാറുണ്ട്. അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇനി അതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കുകയാണ്. വാക്യാർത്ഥം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതെല്ലാ ഖുർആനിലെ അധ്യായങ്ങളിലും ഒരധ്യായത്തിലൊഴികെ ബാക്കി എല്ലാത്തിലും ഉള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഖുൽ, നബിയെ അങ്ങ് പറയുക, അഊദു ബിറബ്ബിൻ നാസ്, ജനങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനോട് ഞാൻ അഭയം തേടുന്നു. അഊദു എന്ന് പറഞ്ഞാൽ ഞാൻ അഭയം തേടുന്നു. ബിറബ്ബിൻ നാസ്, ജനങ്ങളുടെ രക്ഷിതാവിനോട്. മലിക്കിൻ നാസ്, ജനങ്ങളുടെ യഥാർത്ഥ രാജാവിനോട് അഥവാ അള്ളാഹുവിനോട്. ഇലാഹിൻ നാസ്, ജനങ്ങളുടെ ആരാധ്യനോട് ഞാൻ അഭയം തേടുന്നു. അപ്പോൾ അള്ളാഹുവിനോട്, ജനങ്ങളുടെ രക്ഷിതാവായ, ജനങ്ങളുടെ രാജാവായ, ജനങ്ങളുടെ ആരാധ്യനായ അള്ളാഹുവിനോട്. അപ്പം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ പറഞ്ഞിട്ടാണ് ആ അഭയം തേടലിൻ്റെ ആഴം കൂട്ടുന്നത്. അഥവാ അഭയം നൽകണം. ജനങ്ങളുടെ രക്ഷിതാവായ, ജനങ്ങളുടെ രാജാവുമായ, എന്നാൽ ജനങ്ങളുടെ ആരാധ്യനുമായ അള്ളാഹു. അപ്പോൾ അഭയം നൽകാൻ ഏറ്റവും അനുയോജ്യൻ എന്ന് ആ തേടുന്ന പദത്തിൽ തന്നെ പറഞ്ഞു വെക്കുകയാണ്. അപ്പം അത്ര കണ്ട് അഭയം നൽകണം എന്ന് ആവശ്യപ്പെടുകയാണ്. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, മറഞ്ഞിരുന്ന് വൃത്തികേടാകുന്ന രൂപത്തിൽ മറഞ്ഞിരുന്ന് മനുഷ്യ മനസ്സിൽ തോന്നിപ്പിക്കലുകൾ, പ്രയാസങ്ങൾ, വൃത്തികേടുകൾ ഇട്ടുകൊടുക്കുന്ന പിശാചിൻ്റെ ആ വൃത്തികേടുകളുടെ മോശത്തരത്തിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു. ഇവിടെ മിൻ ഷർറിൽ വസ്വാസി, മിൻ ഷർർ എന്ന് പറഞ്ഞാൽ ഷർറിൽ നിന്ന് അഥവാ തിന്മയിൽ നിന്ന്. അൽ വസ്വാസ് എന്ന് പറഞ്ഞാൽ മോശമായ ചിന്തകൾ, നെഗറ്റീവ് തോട്ട്സ് എന്ന് പൊതുവെ പറയാം. അൽ ഖന്നാസ് എന്ന് പറഞ്ഞാൽ മറഞ്ഞിരുന്ന് വൃത്തികേട് പറയുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം മറഞ്ഞിരുന്ന് വൃത്തികേട് പറയുന്ന ആ വൃത്തികെട്ടവൻ്റെ വൃത്തികേടുകളിൽ നിന്ന്, വൃത്തിഹീനമായ ചിന്തകളിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു. പക്ഷെ അത് സഭ്യമായി പ്രയോഗിച്ചു എന്നേ ഉള്ളൂ. മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ്, മറഞ്ഞിരുന്ന് മോശത്തരങ്ങൾ മനസ്സിലിടുന്ന പിശാചിൻ്റെ മോശത്തരത്തിൽ നിന്ന് ഞാൻ റബ്ബിനോട് അഭയം തേടുന്നു. എങ്ങനെയുള്ള പിശാചാണെന്ന് ഒന്നുകൂടെ വിശദീകരിക്കുന്നു. അല്ലദീ, അവൻ, യുവസ്വിസു, അവനിങ്ങനെ മനസ്സിൽ മാറ്റിമറിക്കുന്നു, ചിന്തകളെ മാറ്റിമറിക്കുന്നു. ഫീ സുദൂരിന്നാസ്, മനുഷ്യൻ്റെ മനസ്സിൽ. മിനൽ ജിന്നത്തി, ആ
പിശാചുക്കൽ ജിന്നുവർഗത്തിൽ നിന്നുള്ളതും വന്നാസ് മനുഷ്യവർഗത്തിൽ നിന്നുള്ളവരുമാകാം. ചിന്തകൾ മാറ്റിമറിക്കാൻ ജിന്നുകൾപ്പെട്ട നല്ലൊരു വിഭാഗമുണ്ട്. മനുഷ്യ മനസ്സിൽ ചിന്തകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. എന്നാൽ വന്നാസ് ജനങ്ങളിലും ഒരു വിഭാഗമുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ ജനങ്ങളിലെ മനുഷ്യ മനസ്സിനെ മാറ്റുന്ന വൃത്തികേടുകൾ പറഞ്ഞ് സത്യത്തെ മറച്ചു വെച്ചിട്ട് തിന്മയെ പ്രതിഫലിപ്പിച്ച് കാണിക്കുന്ന കുറച്ച് ചിന്തകന്മാർ അല്ലെങ്കിൽ യുക്തിവാദികൾ എന്ന പേരിൽ പിശാചിന്റെ പണിയെടുക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു എന്നാണ് ഉപരി സൂക്തത്തിന്റെ അർത്ഥം. ഇനി വളരെ അർത്ഥഗാംഭീര്യമുള്ള മനുഷ്യ മനസ്സിന്റെ അല്ലെങ്കിൽ മനുഷ്യ ചിന്തയുടെ പ്രധാനപ്പെട്ട ഒരു മേഖല കടന്നു പോകേണ്ട ഒരു അധ്യായമാണ് സൂറത്തുൻ നാസ്. അതുകൊണ്ടായിരിക്കാം ഉടയ തമ്പുരാനായ അള്ളാഹു ആ സൂറത്തിനെ ഖുർആനിലെ ഏറ്റവും അവസാനവും ഏറ്റവും ശ്രദ്ധേയവുമായി എടുത്തു വെച്ച സൂറത്തിൽ പറയുന്നൊരു വിഷയം, അത് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ആകർഷിപ്പിക്കുന്ന അല്ലെങ്കിൽ അവന്റെ ശ്രദ്ധ ചെലുത്തേണ്ടുന്ന ഒരു മേഖലയാണ്. കാരണം ഏറ്റവും കൂടുതൽ മനുഷ്യൻ പ്രയാസപ്പെടുന്ന ഒരു മേഖലയാണ് അവന്റെ മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മാനസിക അസ്വാസ്ഥ്യങ്ങൾ, മാനസിക അസുഖങ്ങൾ, മാനസിക രോഗങ്ങൾ, സൈക്യാട്രിക്കൽ പ്രോബ്ലംസ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഈ സൈക്യാട്രിക്കൽ പ്രശ്നങ്ങൾ മനുഷ്യരല്ലാത്ത ജീവികളിലില്ല. കാരണം അവർക്ക് മനസ്സ് അല്ലെങ്കിൽ അവർക്ക് മനുഷ്യനെ പോലെയുള്ള ഒരു തോട്ട് പ്രോസസ്സ് ഇല്ല. അവർക്ക് ചിന്തകളുണ്ട് അല്ലെങ്കിൽ അവർക്ക് വിവേക ശക്തിയുണ്ട്. പക്ഷെ മനുഷ്യനെ പോലെ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവം മറ്റ് ജീവജാലങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് മനുഷ്യേതര ജീവജാലങ്ങൾക്ക് ഇതിന്റെ ഇത്രയും ആവശ്യം വരുന്നില്ല. മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സൈക്യാട്രിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് എടുത്തു വെച്ച് ഇതിനെ വിശദീകരിച്ചാൽ മനുഷ്യന്റെ ഒരുപാട് സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. എന്തെന്നാൽ പലപ്പോഴും മനുഷ്യനെ മഥിക്കുന്ന ഒരു പ്രശ്നമാണ് മനസ്സിൽ വരുന്ന നെഗറ്റീവ് തോട്ട്സ്. അവിടെ ആ നെഗറ്റീവ് തോട്ട്സ് എന്നൊരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാതെ ആ തോട്ട്സിന്റെ പുറകെ പോയി ജീവിതം ഹോമിക്കുന്ന അല്ലെങ്കിൽ ജീവിതാവസാനം വരെ മനസ്സിലിങ്ങനെ ടെൻഷനും ഫ്രസ്ട്രേഷനും അതുപോലെ തന്നെ കുറെ അധികം ഓവർ തിങ്കിങ്ങും ഒക്കെ ആയിട്ട് നടന്ന് ജീവിതത്തിന്റെ നല്ല സമയങ്ങൾ നല്ലൊരു ശതമാനം നശിപ്പിച്ചു കളയുന്ന നല്ലൊരു വിഭാഗമുണ്ട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. അവര് പ്രത്യേകിച്ചത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ മനുഷ്യന്റെ മനസ്സിൽ രണ്ടു തരം ചിന്തകളുണ്ട്, പോസിറ്റീവ് ചിന്തകളും നെഗറ്റീവ് ചിന്തകളും. പോസിറ്റീവ് ചിന്തകൾ വളരെ പരിമിതമായിട്ടും നമ്മൾ കൂടുതൽ ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചാൽ മാത്രമേ പോസിറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരികയുള്ളൂ. നേരെ മറിച്ച് വെറുതെ ഇരുന്നാൽ നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾക്ക് യാതൊരു പഞ്ഞവുമില്ലെന്ന് മാത്രമല്ല, നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ ആവർത്തിച്ച് വരും. എവിടെ നിന്ന് വരുന്നു അല്ലെങ്കിൽ എങ്ങനെ ഇത്രയധികം നെഗറ്റീവ് ചിന്തകൾ വരുന്നു എന്ന് ശ്രദ്ധിച്ചാൽ അവകൾ കൂടുകയുള്ളൂ. ഇവിടെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, മനുഷ്യന്റെ മനസ്സിനകത്ത് നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ വരുന്നത് അതിന്റെ പിന്നിലെ ഒരു രഹസ്യമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, പിശാജ് അഥവാ മനുഷ്യന്റെ മനസ്സിലേക്ക് മോശമായ ചിന്തകൾ ഇട്ടു തരുന്ന ഒരു ശക്തിയുണ്ട് അല്ലെങ്കിൽ ഒരു മറഞ്ഞ ഒരു വ്യക്തിയുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രപഞ്ചത്തിൽ മലക്കുകൾ എന്നൊരു വിഭാഗവും ജിന്നുകൾ എന്നൊരു വിഭാഗവും ഉണ്ട് എന്നാണ് ഖുർആനിന്റെ പക്ഷം. മലക്കുകൾ അഥവാ മനുഷ്യന്റെ ഉപകാരത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട രൂപങ്ങളില്ലാത്ത അല്ലെങ്കിൽ മനുഷ്യന്റെ ദൃഷ്ടി കൊണ്ട് ഗോചരമല്ലാത്ത ഒരു വിഭാഗം സൃഷ്ടികളാണ് മലക്കുകൾ. അവരുടെ പണി മനുഷ്യന് ഉപകാരമുള്ള, ദൈവത്തെയും മനുഷ്യനെയും ബന്ധിപ്പിക്കാനുള്ള നന്മകൾ, നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ പിശാച് വർഗം അഥവാ ജിന്ന് വർഗം അവകൾ മനുഷ്യനെ പോലൊരു സൃഷ്ടി എന്നാണ് ഖുർആനിന്റെ പക്ഷം. പക്ഷെ അവരുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഈ മനുഷ്യന്റെ അടിസ്ഥാനം ആദം അലൈഹിസ്സലാം, ആദം നബി ആയതുപോലെ ജിന്നുകളുടെ അടിസ്ഥാനം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം സ്വർഗത്തിൽ ആദ്യമുണ്ടായിരുന്ന ഇബിലീസ്, ആ ഇബിലീസിന്റെ മക്കളാണ് ജിന്നുകൾ എന്നാണ് ഖുർആന്റെ പക്ഷം. അപ്പൊ സ്വാഭാവികമായിട്ട് ആദം നബിയുടെ മക്കൾ നന്മയിലേക്ക് തിരിയാൻ ഏറ്റവും കൂടുതൽ പ്രചോദിതരാകുന്നത് പോലെ, കാരണം ആദം നബി നബിയാണല്ലോ.
ഇബ്ലീസ് ഒരു എന്താ പറയാ ജിന്ന് വർഗത്തിൽ പിശാച് വർഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ തുടക്കം തന്നെ തിന്മയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മക്കൾ തിന്മയിലേക്കുള്ള വാഹകർ എന്നുള്ള രൂപമാണ്. പക്ഷേ മനുഷ്യവർഗത്തിലും മോശമായി പോകുന്നവരുണ്ട്, അഥവാ ഒരു നബിയുടെ മക്കളായിട്ട് പോലും മോശമായി പോകുന്നവരുണ്ട്. അതുപോലെ ഒരു പിശാചിന്റെ മക്കളായിട്ട് നന്നായിട്ട് വരുന്നവരുണ്ട്. ജിന്ന് വർഗത്തിൽ നല്ലവരെ നമ്മൾ അംഗീകരിക്കുകയും അവരെ ഇസ്ലാം സ്വീകരിച്ചാൽ അല്ലെങ്കിൽ അവർ നന്മ ചെയ്താൽ അവർക്ക് സ്വർഗം കിട്ടുമെന്നും, എന്നാൽ തിന്മ ചെയ്യുന്നവര് അത് പിശാചിന്റെ യഥാർത്ഥ സ്വഭാവം കാണിക്കുകയും അവർ നരകത്തിലേക്ക് പോവുകയും എന്ന് വിശ്വസിക്കുന്നവരാണ്. മനുഷ്യരുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. നബിയുടെ മക്കളാണ്, ആദം നബിയുടെ മക്കളാണ് എല്ലാ മനുഷ്യരെങ്കിലും അവരിൽ നല്ലൊരു വിഭാഗം തിന്മയിലേക്ക് പോകുന്നവരും അതിലൂടെ നരകത്തിലേക്ക് എത്തും. എന്നാൽ ആ നബിയുടെ വഴി അഥവാ നന്മയുടെ വഴി സ്വീകരിച്ചാൽ അവർ സ്വർഗത്തിലെത്തും എന്ന് വിശ്വസിക്കുന്നവരാണ്. ഇവിടെ മനുഷ്യന്റെ മനസ്സിൽ തോട്ട് പ്രൊവോക്കിംഗ് പ്രോസസ് അഥവാ ചിന്ത ഉദ്ദീപിപ്പിക്കുന്ന പ്രവർത്തനം നടത്തുന്നത് പിശാചുക്കൾ, മറഞ്ഞിരുന്ന് പിശാചുക്കൾ മനുഷ്യ മനസ്സിൽ ചിന്തകൾ ഇട്ടു തരും എന്നാണ് ഇസ്ലാമിന്റെ പക്ഷം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യ മനസ്സ് വെറുതെ ഇരിക്കുമ്പോൾ ആ മനസ്സിലേക്ക് ഇങ്ങനെ ഇബ്ലീസ് ഓരോ ചിന്തകൾ ഇട്ടു തരും. എന്നിട്ട് നീ ഇന്നാലിന്നതിനെ കുറിച്ച് ചിന്തിക്കൂ. നബിതങ്ങളുടെ വാക്ക് തന്നെ ഉദുക്കുർ കഥ, ഇത് ഓർക്ക്, ഉദുക്കുർ കഥ അത് ഓർക്ക്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർമ്മിച്ച് പഴയ കാര്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സിനെ മഥിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഇപ്പൊ ചിലർക്ക് ഞാൻ മരിച്ചു പോകുമോ എന്നുള്ള ചിന്തയാണ്, വേറെ ചിലർക്ക് എനിക്ക് ഭ്രാന്തായി പോകുമോ എന്നുള്ള ചിന്തയാണ്, വേറെ ചിലർക്ക് അപകടം പറ്റുമോ, രോഗം വരുമോ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഫോബിയാസ് അഥവാ പേടികളെ മനസ്സിലിട്ട് തരിക എന്നുള്ളതാണ് പിശാചിന്റെ ഒന്നാമത്തെ പണി. അവിടെ പ്രധാനമായി ഈ നെഗറ്റീവ് തോട്ട്സ് മനസ്സിൽ വരുന്നവര് മനസ്സിലാക്കാനുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. വസ്വാസ് എന്ന് പറയുമ്പോൾ ചിന്തകൾ ഇടുക, ആ ചിന്തകളെ ഇങ്ങനെ മറിച്ചും തിരിച്ചു വിടുക എന്നുള്ളതാണ്. അവിടെ സൈക്കോളജി പറയുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യന്റെ മനസ്സിനെ അലട്ടുന്ന വെറും ചിന്തകൾ മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ ഖുർആനില് ചിന്തകൾ എന്ന് തന്നെ പറഞ്ഞനെ, ചിന്തയ്ക്ക് പരിശുദ്ധമായ ഖുർആൻ ഫിക്ർ എന്നാ പറയാം. അങ്ങനെയാണെങ്കിൽ മിൻ അഫ്കാരിൽ ഖന്നാസ് അഥവാ പിശാചിന്റെ ചിന്തകളെ തൊട്ട് അഭയം തേടുന്നു എന്നായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല ഖുർആൻ പറഞ്ഞു വെച്ചത്. മിൻ വസ്വാസിൽ ഖന്നാസ് എന്നാണ്. ഇബ്ലീസിന്റെ അഥവാ മറഞ്ഞിരുന്ന് ഈ തിന്മ ചെയ്യുന്ന അല്ലെങ്കിൽ തോട്ട് പ്രൊവോക്കിംഗ് പ്രോസസ് നടത്തുന്നവന്റെ പലതരത്തിലുള്ള ചിന്തകൾ, മറിച്ചും തിരിച്ചുവിടുന്ന ചിന്തകൾ എന്നാണ്. അപ്പൊ അവിടെ മനുഷ്യൻ മനസ്സിലാക്കാനുള്ളത്, മനുഷ്യനെ മനസ്സിനെ അലട്ടുന്ന നെഗറ്റീവ് തോട്ട്സ് മാത്രമല്ല ഇടുന്നത്. ഈ നെഗറ്റീവ് തോട്ട്സ് അവകൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ എനിക്ക് അസുഖം വരാം, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് വരാം, അല്ലെങ്കിൽ ഞാൻ അപകടത്തിൽപ്പെടാം, ഇങ്ങനെയുള്ള ഫസ്റ്റ് പ്രൈമറി തോട്ട്സ് ഇടും. അതുകൊണ്ട് മനുഷ്യന്റെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ അവൻ രണ്ടാമത് ഇടുന്നതാണ് സെക്കൻഡറി തോട്ട്സ് എന്ന് പറയും. ആ സെക്കൻഡറി തോട്ട്സ് ആണ് പലർക്കും മനസ്സിലാകാതെ പോകുന്നത്. അഥവാ ആദ്യം വരുന്ന ചിന്തകളെ കുറിച്ചുള്ള ആകുലതകളാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ പിടിച്ചു കുലുക്കുന്നത്. ഇപ്പോ കുറെ ചിന്തകൾ ആദ്യം വന്നു, മരണപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ ഭ്രാന്ത് ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും അപകടത്തിൽപ്പെടുമോ എന്നൊക്കെ ചിലർക്ക് ചിന്തയുണ്ടാകാം. പിന്നെ രണ്ടാമത് അവരെ ഭയപ്പെടുത്തുന്നത് ആ ചിന്തകൾ പിന്നെയും എന്റെ മനസ്സിൽ വരുമോ എന്ന്, ആ ചിന്തകളെ കുറിച്ചുള്ള ചിന്തകളാണ്. തോട്ട്സ് എബൌട്ട് തോട്ട്സ് ആണ്. അപ്പൊ ഇത് പലർക്കും മനസ്സിലാകാതെ പോകുന്നു. അപ്പോ ഒരു മനുഷ്യന്റെ മനസ്സിൽ അവനെ ആകുലപ്പെടുത്തുന്ന, അവന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ചിന്തകൾ ആദ്യം ഇടുക. എന്നിട്ട് ആ ചിന്തകൾ വരാതിരിക്കാൻ മനുഷ്യൻ ശ്രമിക്കുമ്പോൾ ആ ചിന്തകളെ കുറിച്ചുള്ള ഭയവും പേടിയും ഇട്ടുകൊടുക്കുക. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ മനസ്സിൽ ഇങ്ങനെ പേടിപ്പെടുത്തുക. ഇങ്ങനെ സെക്കൻഡറി തോട്ട്സ് ഇടുക. ഇങ്ങനെ മനുഷ്യന്റെ മനസ്സിനെ ചിന്തകളുടെ മേൽ ചിന്തകളായി, ആലോചനകളുടെ മേൽ ആലോചനയായി കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇബ്ലീസിന്റെ പ്രധാനപ്പെട്ട പണി. ഇത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി, ഇങ്ങനെ മനസ്സിൽ ഇബ്ലീസ് ചിന്തകൾ ഇട്ടു തരുന്നതാണ്. ആ ചിന്തകൾ ഇട്ടുതരിഞ്ഞ ചിന്തകൾ വൃഥാവിലുള്ളതാണ്, ഒരാവശ്യമില്ലാത്തതാണ്. അതിന്റെ കൂടെ ആ ചിന്തകളെക്കുറിച്ചുള്ള ഭയപ്പാടാണ് രണ്ടാമതിടുന്ന ചിന്തകൾ എന്ന് മനസ്സിലാക്കാത്ത വ്യക്തികൾ ചിന്തകളുടെ പുറകെ ഇങ്ങനെ പോവുകയും അവരുടെ ജീവിതം വളരെയധികം പ്രയാസപ്പെട്ട് മനസ്സ് വല്ലാതെ ഇടുങ്ങി അവർ ജീവിക്കുകയും ചെയ്യും. നേരെ മറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനെ ഒരു ഇബ്ലീസ് ഉണ്ട്, എല്ലാവരുടെ മനസ്സിലും ഇങ്ങനെ ചിന്തകൾ ഇടാറുണ്ട്. ആ ചിന്തകൾ കൊണ്ട് യാതൊരു വിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല.
നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നാൽ പിന്നെ അങ്ങനെ തന്നെ പോകും. നേരെ മറിച്ച് അവകൾ കല്ലിവല്ലി എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞാൽ അതിന് യാതൊരു പ്രയാസവുമില്ല. രണ്ടാമത് നമ്മളെ പ്രയാസപ്പെടുത്തുന്നത് ചിന്തകളെക്കുറിച്ചുള്ള ചിന്തകളാണ്, അഥവാ സെക്കൻഡറി തോട്ട്സ് ആണ്. അവകളെ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രശ്നം. ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും അടുത്തടുത്ത് വരുന്ന ഒരു സംഭവം കൂടിയാണ് ചിന്ത. അതുകൊണ്ട് ഈ ചിന്തകൾ വലിയൊരു പ്രശ്നമല്ല. എന്താണ് എൻ്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളെന്ന് ഞാനൊരു പേപ്പറിൽ എഴുതിയിടട്ടെ, എന്നിട്ട് ഇത് വരുന്ന മനസ്സിലേക്ക് ഇടുന്ന ആ രംഗമൊന്ന് ഞാൻ ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞ് മനുഷ്യനൊന്നിരുന്നാൽ തീരാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. അവൻ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുകയും അനാവശ്യമായ ചിന്തയ്ക്ക് മനസ്സ് വിട്ടുകൊടുക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള ചെറിയ മെന്റൽ പ്രോസസ്സ് അഥവാ മെന്റൽ എക്സസൈസ് ഒക്കെ ഉണ്ട്. സൈക്കോളജികൾ അത് വിശദീകരിക്കുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആൻ ഖൈറുമായിട്ട് ബന്ധപ്പെടുക, ഇബ്ലീസിന്റെ ചിന്തകളിലേക്ക് പോകാതിരിക്കുക, ഇബ്ലീസ് ഭരിക്കുന്നവരല്ല നമ്മൾ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ഇങ്ങനെ ആ പരിഹാരങ്ങൾ കാണുക എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ ഒരു നിഴല് പോലെയാണ് നമ്മുടെ ചിന്ത. അത് നിഴലിനെ തൊട്ട് നമ്മൾ ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ പുറകെ വരും. നേരെ മറിച്ച് നിഴലിനെ ഞാനൊന്ന് വരച്ചിടട്ടെ എന്ന് പറഞ്ഞ് നിഴലിനെ വരയ്ക്കാൻ വേണ്ടി നമ്മൾ അവിടെ തിരിഞ്ഞിരുന്നാൽ ഒരിക്കലും തന്നെ നിഴൽ നമ്മളെ പിന്തുടർന്നു വരില്ല, അവിടെ അവസാനിക്കുകയും ചെയ്യും. ഇതുപോലെയാണ് ചിന്തകൾ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത് അത് ഒരിക്കലും അവസാനിക്കാത്ത ഹിമാലയം സംഭവങ്ങളാണ് എന്ന് മനസ്സിലാക്കാതെ ഇബ്ലീസ് മനസ്സിലിട്ട് തരുന്ന അനാവശ്യമായ ചില കാര്യങ്ങളാണ്. അതിന്റെ പുറകെ പോകാതെ അതെന്താണെന്ന് കാര്യം മനസ്സിലാക്കുക. എന്തിന് ഇബ്ലീസ് അത് ഇടുന്നു, ഇബ്ലീസാണ് ഇട്ട് തരുന്നത്, അതെന്നെ എന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കാനാണ് എന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതാണ് ഖുർആൻ അടിസ്ഥാനപരമായി ഈ സൂറത്തിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പോ അള്ളാഹുവിനോട് പരിശുദ്ധമായ ഖുർആനിൽ ഈ ഒരു സൂറത്ത് തന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ജനങ്ങളുടെ രാജാവായ അള്ളാഹുവിനോട് ഞാൻ അഭയം തേടുന്നു, മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ്, മറഞ്ഞിരുന്ന് മനുഷ്യന്റെ മനസ്സിലേക്ക് ചിന്തകൾ ഇട്ടു തരുന്ന പിശാചിന്റെ വസ്വാസിൽ നിന്ന്, അഥവാ പല തരത്തിലുള്ള കറക്കിയിടുന്ന ചിന്തകളെ തൊട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, പിന്നെ പ്രൈമറി തോട്ട്സ്, സെക്കൻഡറി തോട്ട്സ്, എല്ലാത്തിൽ നിന്നും ഞാൻ അഭയം തേടുന്നു. മനുഷ്യൻ മനസ്സിലാക്കാനുള്ളത് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, അവൻ മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ ഇട്ടു തരും എന്നുള്ളതാണ്. പിന്നെ മിനൽ ജിന്നത്തി, ജിന്നുവർഗത്തിൽ നിന്ന് മാത്രമല്ല, വന്നാസ്, മനുഷ്യവർഗത്തിൽ നിന്നും ചിലരിങ്ങനെ മനുഷ്യന്റെ മനസ്സിനെ മതിക്കുന്ന ചിന്തകൾ, അവനെ മോശത്തരത്തിലേക്ക് കൊണ്ടുപോകുന്ന ചിന്തകൾ, അവനെ നന്മയിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകുന്ന ചിന്തകൾ ഇട്ടു തരുന്നവരുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിച്ചാൽ തന്നെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് അനാവശ്യമായ കാര്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സിനെ മോശമാക്കുന്ന മാത്രം ചിന്തകൾ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് അവരെ നിരീശ്വരവാദത്തിലേക്കും അല്ലെങ്കിൽ തിന്മയിലേക്കും വ്യഭിചാരത്തിലേക്കും കള്ളുകൂടിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന മനുഷ്യരുണ്ട്. അത് ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നു. അള്ളാഹു അത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. എല്ലാവരും അത് മനസ്സിലാക്കുക. പരിശുദ്ധമായ ഖുർആന്റെ അമാനുഷികത കൂടിയാണ് ഇങ്ങനെയുള്ള ചിന്തകളെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പും മനുഷ്യനെ നേർവഴിയിലേക്ക് നയിക്കലും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.